കുറുപ്പേ, ഒന്നിങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ, രണ്ടു വാക്ക് ചോദിക്കട്ടെ. വീഡിയോ ഏൽപ്പിക്കാൻ സാധനങ്ങൾ അച്ചടക്കണം. പെണ്ണുങ്ങളെ തെരഞ്ഞു നിർത്തി അനാവശ്യം പറയണോ? എന്നാണ് നിങ്ങളൊക്കെ പ്രമാണിമാരായതെന്ന് ഞമ്മക്കറിയാം. ഒരു പീഡിയ മുറി കൊണ്ട് തീരുമോ നിങ്ങളുടെ ദാരിദ്ര്യം? എന്നാ തീരട്ടെ. പിന്നെ രാമകുട്ടി, അതെടുത്തു വെക്ക്. കോഫി. രഘുവേട്ടനോ വല്യേട്ടനോ ഇല്ലാത്തത് ഭാഗ്യം. സാധനങ്ങളൊക്കെ തച്ചുടച്ചത് പക്ഷേ കഷ്ടായി. എന്നാലും എന്താ അവന്റെ അഹമ്മതി? അച്ഛനോട് നേർക്ക് നേരെയൊന്ന് പറയണത് കേട്ടില്ലേ? കുഞ്ഞു മൊയ്തീൻ, ഒരു ചെക്കൻ ദുബായിലുണ്ട്. അവനിപ്പോ കച്ചവടമൊന്നും വേണ്ടാനേ കഴിഞ്ഞുകൂടാൻ. ആ പീഡിയ മുറി കിട്ടിയില്ലെങ്കിൽ വടക്കേ പാട്ടുകാർക്ക് കഴിഞ്ഞുകൂടാൻ പ്രയാസം അല്ലേ? അത് നന്നാക്കി അവിടെ ചെരുപ്പ് കട തുടങ്ങണു. ഇവിടെ നല്ലൊരു ചെരുപ്പ് വാങ്ങാൻ തൃശ്ശൂര് പോണോന്ന് വന്നാൽ കഷ്ടല്ലേ? മഹാകഷ്ടം. അടിച്ച് പഞ്ഞാക്കി കളഞ്ഞു സാർ. ആ ഡ്രസ്സിംഗ് റൂമിൽ കിടത്തു. അങ്ങോട്ടേക്ക് കൊണ്ടുപോയിക്കോളി. അവിടെ ഇറക്കി അവിടെ കയറ്റി കിടത്തി. എന്താ കളിക്കുന്നത്? കുറച്ചും അങ്ങോട്ട് പോട്ടെ, കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ, കുറച്ചും മുന്നോട്ട് പോട്ടെ. ആക്കണ്ട, ഞാൻ പോലീസിന് ആള് പോയിട്ടുണ്ട്. ആ വേലായന ഞങ്ങൾ ചെന്നോണ്ട് ശവായില്ലാന്ന് മാത്രം. നാവിക്ക് ചവിട്ടി എന്റെ വേദന. അനങ്ങാതെ കിടക്കും. അതൊരു പോലീസ് കേസാ. മുറികെട്ടി വിട്ടേക്ക്. കടക്കണ്ട. അഡ്മിറ്റ് ചെയ്താൽ റെക്കോർഡല്ലേ? കടന്നു പോകാൻ പ്രാർത്ഥയോട്. കിടക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് പുറത്താക്ക്. അത്ര നിസ്സാരമല്ല പരിക്ക്. അത് പിന്നെ വേലാതെ ശരിക്ക് പൂശിയ പരിക്കുണ്ടാവില്ലേ? വേഗം പുറത്താക്ക്. പരിക്കേറ്റൊരു രോഗി വന്നാൽ ഇറങ്ങി പോകാൻ പറയുന്നത് പ്രയാസം. എന്ത് പ്രയാസം? സർക്കാർ ശമ്പളം തന്ന് പിന്നെ എന്നെ എന്തിനാ അവിടെ വെച്ചിരിക്കുന്നത്? ആരായാലും ചികിത്സിക്കാൻ എനിക്കൊരു ബാധ്യതയില്ലേ? നീ തത്വം പ്രസംഗിക്കാതെ പറഞ്ഞു ചെയ്യ്. രഘു പോ. നീ ചെയ്യില്ലേ? നിന്റെ ഭരണം ആസ്പത്രി വേണ്ട. ഓഹോ, കളിച്ച് കളിച്ച് നീ വേണ്ട. എന്നെ പേടിപ്പിക്കല്ലേ?